അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് 6ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിലെ 8ാമത്തെ പാഠമാണ് നോക്കാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ മുഴുവനായും കാണുന്നതോടുകൂടെ ലിസാനിലെ 8ാമത്തെ പാഠമായ ലാ തംഷി ഫിൽ അർളി മറഹൻ എന്ന പാഠത്തിലെ മുഴുവൻ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയെടുക്കാം. എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ അതിൻ്റെ സറഫും അൽഫാദും ഒക്കെ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. പാഠത്തിൻ്റെ പേര് ലാ തംഷി ഫിൽ അർളി മറഹൻ. അഹങ്കാരത്തോടെ ഭൂമിയിൽ നീ നടക്കരുത്. ഖാല ലുക്മാനു ലി ഇബ്നിഹി വഹുവ യഅലുഹു. ബഹുമാനപ്പെട്ട ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു തൻ്റെ മകന് സതുപദേശം നൽകുകയാണ്. ഖാല ലുക്മാനു, ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലി ഇബ്നിഹി, അദ്ദേഹത്തിൻ്റെ പുത്രനോട്, അദ്ദേഹത്തിൻ്റെ മകനോട് ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു പറഞ്ഞു. വഹുവ യഅലുഹു, അദ്ദേഹം തൻ്റെ മകന് സതുപദേശം നൽകുകയായിരുന്നു. വഹുവ യഅലുഹു, അദ്ദേഹം അവന് സതുപദേശം നൽകുകയായിരുന്നു. ബഹുമാനപ്പെട്ട ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു തൻ്റെ മകനോട് പറയുകയാണ്, യാ ബുനയ്യ, എൻ്റെ കുഞ്ഞു മോനെ, ലാ തുശ്രിക് ബില്ലാഹ്, അല്ലാഹുവിന് നീ പങ്കുകാരെ വരിക്കരുത്, അല്ലാഹുവിന് പങ്കു ചേർക്കരുത്. വലാ തുസഇർ ഖദ്ദക ലിന്നാസി, ജനങ്ങളിൽ നിന്ന് നീ മുഖം തിരിക്കരുത്. വലാ തംഷി ഫിൽ അർളി മറഹൻ, അഹങ്കാരത്തോടെ ഭൂമിയിൽ നീ നടക്കരുത്. ഇതായിരുന്നു ബഹുമാനപ്പെട്ട ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു തൻ്റെ മകനോട് ഉപദേശിച്ചിരുന്നത്. ഇനി വഖാല തആല, ഉന്നതനായ അല്ലാഹു പറഞ്ഞു, വലാ യജ്രിമന്നക്കും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു. വലാ യജ്രിമന്നക്കും, നിങ്ങളെ പ്രേരിപ്പിക്കരുത്, ശനആനു ഖൗമിൻ, ശനആനു ഖൗമിൻ, ഒരു വിഭാഗത്തോടുള്ള ദേഷ്യം, അലാ അല്ലാ തഅദിലു, അവരോട് നീതി പാലിക്കാതിരിക്കാൻ. വീണ്ടും അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ. യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ലാ യസ്ഖർ, പരിഹസിക്കരുത്, ലാ യസ്ഖർ, പരിഹസിക്കരുത്, ഖൗമിൻ മിൻ ഖൗമിൻ, ഒരു ജനത മറ്റൊരു ജനതയെ. അപ്പോൾ ഒരു ജനത മറ്റൊരു ജനതയെ പരിഹസിക്കരുത്. ഇവിടെ ഖൗമിൻ എന്നതിന് ജനത, സമൂഹം, വിഭാഗം എന്നൊക്കെ അർത്ഥങ്ങളുണ്ട്. ഇനി അടുത്തത്, വലാ തജസ്സസു വലാ യഗ്തബ് ബഅ്ളുകും ബഅ്ളാ. വലാ തജസ്സസു, നിങ്ങൾ ചാരപ്പണി നടത്തരുത്. വലാ യഗ്തബ്, പരദൂഷണം പറയുകയും അരുത്. ചാരപ്പണി ചെയ്യുകയോ പരദൂഷണം പറയുകയോ ചെയ്യരുത്. ബഅ്ളുക്കും ബഅ്ളൻ, നിങ്ങളിൽ ചിലർ ചിലരെ, നിങ്ങളിൽ നിന്ന് ചിലർ ചിലരെ ചാരപ്പണി നടത്തുകയും അതുപോലെ പരദൂഷണം പറയുകയും അരുത്. ഇനി പാഠഭാഗമാണ്. അൽ കലിമാത്തുൽ മുലവ്വനതു തുസമ്മ അഫ്ആലുൻ നഹി. അൽ കലിമാത്തുൽ മുലവ്വനതു, നിറം കൊടുത്ത വാക്കുകൾ. മുകളിൽ ലാ തുശ്രിക്, അതുപോലെ ലാ തുസഇർ, ലാ തംഷി. പിന്നെ അല്ലാഹു പറഞ്ഞതിൽ ലാ യജ്രിമന്നക്കും, ലാ യസ്ഖർ, ലാ തജസ്സസു, ലാ യഗ്തബ്. ഈ നിറം കൊടുത്ത വാക്കുകൾ, അതാണ് പറഞ്ഞത് അൽ കലിമാത്തുൽ മുനവ്വനതു, നിറം കൊടുത്ത
കലിമത്തുകൾ, വാക്കുകൾ. തുസമ്മ അതിന് പേര് പറയപ്പെടും അഫ്ആലുൻ നഹി നിരോധന ക്രിയകളെന്ന്. തുസമ്മ അതിന് പേര് പറയപ്പെടും അഫ്ആലുൻ നഹി നിരോധന ക്രിയകളെന്ന് പേര് പറയപ്പെടും. അൻ നഹി, നഹി എന്നാൽ, ഇനി നഹി എന്താണെന്നാണ് പറയാൻ പോകുന്നത്. അൻ നഹി, നഹി എന്നാൽ മാ യദുല്ലു സൂചിപ്പിക്കുന്നതാണ്, അലാ ത്വലബി ആവശ്യപ്പെടുന്നതിനെ, തെർക്കി അംറിൻ ഒരു കാര്യം ഉപേക്ഷിക്കുവാൻ, ഒരു കാര്യം ഉപേക്ഷിക്കാൻ ആവശ്യപ്പെടുന്നതിനെ സൂചിപ്പിക്കുന്ന ക്രിയാപദങ്ങളാണ് നഹി. ഇനി എങ്ങനെയാണ് നഹി ഉണ്ടാകുന്നത്? ബാക്കി വഹുവ യുൻഷഉ അത് ഉണ്ടാകുന്നത് ബി വദഇ ലാ, ലാ എന്ന ഹർഫിനെ ചേർത്തുകൊണ്ടാണ് നഹി ഉണ്ടാകുന്നത്. ഫി അവ്വലിഹി ക്രിയയുടെ തുടക്കത്തിൽ ലാ എന്ന ഹർഫിനെ കൊണ്ടുവരൽ കൊണ്ടും, അതുപോലെ വബി ജസ്മി ആഖിരിഹി ആ ക്രിയയുടെ അവസാനത്തിൽ സുക്കൂൻ ചെയ്യൽ കൊണ്ടുമാണ്. ഇനി വൻ നഹിയു, നഹി നൗആനി രണ്ട് വിധമാണ്. നഹി എന്ന് പറയുന്നത് രണ്ട് വിധമാണ്. ഒന്ന് നഹിയു ഗായിബും, അതുപോലെ നഹിയു ഹാളിറും. അൻ നഹിയുൽ ഹാളിറു, നഹിയു ഹാളിർ എന്ന് പറഞ്ഞാൽ സാന്നിധ്യത്തിൽ ഉള്ളവരോട് നേരിട്ട് ഒരു കാര്യം നിരോധിക്കുക, സാന്നിധ്യത്തിൽ ഉള്ള ആളോട് ചെയ്യരുതെന്ന് പറയുക. അതുപോലെ വൻ നഹിയുൽ ഗായിബു സാന്നിധ്യത്തിൽ ഇല്ലാത്തവരോട് ഒരു കാര്യം നിരോധിക്കുക, അത് ചെയ്യരുതെന്ന് നിരോധിക്കുക. അവർ സാന്നിധ്യത്തിലില്ല, അങ്ങനെയുള്ളവരോട് പറയുന്നതാണ് നഹിയുൽ ഗായിബ്, നഹിയു ഗായിബ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സറഫാണ്. നഹിയു ഗായിബിൻ്റെയും നഹിയു ഹാളിറിൻ്റെയും സറഫാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. ഇതിൽ ചുവപ്പ് കള്ളിയിൽ കാണുന്ന ആദ്യത്തെ 3 സറഫുകൾ മുദക്കർ ഗായിബിനുള്ള സറഫാണ്. ആദ്യത്തെ 3 മുദക്കർ ഗായിബിനും, പിന്നത്തെ വരുന്ന 3 മുഅന്നസ് ഗായിബിനും, പിന്നീട് വരുന്നത് മുദക്കർ ഹാളിറിനും, പിന്നീട് വരുന്നത് മുഅന്നസ് ഹാളിറും. ആദ്യം മുദക്കർ, പിന്നെ മുഅന്നസ്, പിന്നെ മുദക്കർ, പിന്നെ മുഅന്നസ്, ഇങ്ങനെയാണ് വരുന്നത്. അതിൽ തന്നെ ആദ്യത്തേത് ഗായിബും, രണ്ടാമത്തത് ഗായിബും, മൂന്നാമത്തത് ഹാളിറും, നാലാമത്തത് ഹാളിറും. അപ്പം ഇങ്ങനെയാണ് സർഫുകളുടെ ഘടന. ഇനി നോക്കുന്നത് ആദ്യത്തെ കള്ളി മുഴുവനും മുഫ്രദാണ്, അതായത് ഏകവചനം. ലാ യക്ദിബ് അവനൊരു പുരുഷൻ കളവ് പറയരുത്. ലാ തക്ദിബ് അവളൊരു സ്ത്രീ കളവ് പറയരുത്. ലാ തക്ദിബ് നീയൊരു പുരുഷൻ കളവ് പറയരുത്. ലാ തക്ദിബി നീയൊരു സ്ത്രീ കളവ് പറയരുത്. ആദ്യത്തെ വരിയിൽ മുഴുവൻ മുഫ്രദും, രണ്ടാമത്തെ വരിയിൽ മുസന്നയാണ്. ലാ യക്ദിബ അവർ 2 പുരുഷന്മാർ കളവ് പറയരുത്. ലാ തക്ദിബ അവർ 2 സ്ത്രീകൾ കളവ് പറയരുത്. ലാ തക്ദിബ നിങ്ങൾ 2 പുരുഷന്മാർ കളവ് പറയരുത്. ലാ തക്ദിബ നിങ്ങൾ 2 സ്ത്രീകൾ കളവ് പറയരുത്. ഇനി അടുത്തത് ജംഇൻ്റെയാണ്. ധാരാളം പുരുഷന്മാർ അതല്ലെങ്കിൽ ധാരാളം സ്ത്രീകൾ എന്ന അർത്ഥമാണ് ഇവിടെ വരുന്നത്. ലാ യക്ദിബു അവർ പല പുരുഷന്മാർ കളവ് പറയരുത്. ലാ യക്ദിബ്ന അവർ
പല സ്ത്രീകൾ കളവ് പറയരുത്. ലാ തക്ദിബൂ, നിങ്ങൾ പല പുരുഷന്മാർ കളവ് പറയരുത്. ലാ തക്ദിബിന, നിങ്ങൾ പല സ്ത്രീകൾ കളവ് പറയരുത്. ഇനി സർഫാക്കാനാണ് പോകുന്നത്. ലാ യക്ദിബ്, ലാ യക്ദിബ, ലാ യക്ദിബൂ. ലാ തക്ദിബ്, ലാ തക്ദിബ, ലാ യക്ദിബ്ന. ലാ തക്ദിബ്, ലാ തക്ദിബ, ലാ തക്ദിബൂ. ലാ തക്ദിബി, ലാ തക്ദിബ, ലാ തക്ദിബ്ന. സ്ക്രീനിൽ കാണുന്ന ഈ 6 എണ്ണം നഹിയ് ഗായിബാണ്. സ്ക്രീനിൽ കാണുന്ന ആദ്യത്തെ 6 എണ്ണം നഹിയ് ഗായിബും, അതുപോലെ പിന്നീട് കാണുന്ന 6 എണ്ണം നഹിയ് ഹാദിറുമാണ്. ഇനി നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നഹിയ് ഗായിബ് ഉണ്ടാക്കുന്നത്, നഹീനെ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നുള്ള വീഡിയോ ആണ്. എല്ലാവരും ശ്രദ്ധിച്ച് വീഡിയോ കാണുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നഹീനെ എങ്ങനെ ഉണ്ടാക്കാം. നമ്മൾ പാഠഭാഗത്തിൽ പറഞ്ഞിരുന്നു, നഹീനെ ഉണ്ടാക്കുന്നത് ബി വലഇ ലാ, ലാ എന്ന അക്ഷരത്തെ ചേർത്തുകൊണ്ട്. എവിടെ? ഫി അവലിഹി, ക്രിയയുടെ തുടക്കത്തിൽ. വബി ജസ്മി ആഖിരിഹി, ക്രിയയുടെ അവസാന ഭാഗം, അതായത് ഫിഅലിൻ്റെ അവസാനത്തിൽ സുക്കൂൻ ചെയ്യൽ കൊണ്ടും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ബി വലഇ ലാ, ലാം എന്ന അക്ഷരം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാകും. ലാം എന്ന അക്ഷരം ഫിഅലിൻ്റെ തുടക്കത്തിൽ കൊണ്ടുവരിക. ബി വലഇ ലാ, ലാ എന്ന അക്ഷരം ചേർക്കൽ കൊണ്ട് ഫി അവലിൽ ഫിഅലി യഫ്അലു, യഫ്അലു എന്ന ഫിഅലിൻ്റെ തുടക്കത്തിൽ ലാം കൊണ്ടുവരൽ കൊണ്ടും. വബി ജസ്മി ആഖിരിഹി, വബി ജസ്മി ആഖിരിഹി, ആ ഫിഅലിൻ്റെ അവസാനത്തിൽ ജസ്മിനെ കൊണ്ടുവരലും. ഇപ്പോൾ മുളാരിയായ ഫിഅലിൻ്റെ അവസാനം സുക്കൂനാണ്. മുളാരിയായ ഫിഅലിൻ്റെ അവസാനം ലമ്മാണ്. ആ ലമ്മിനെ കളഞ്ഞുകൊണ്ട് സുക്കൂൻ ചെയ്യണം. ഞാനിവിടെ ലമ്മിനെ കളഞ്ഞു, ഇനി സുക്കൂനെ കൊണ്ടുവരികയാണ്. വബി ജസ്മി ആഖിരിഹി. ഇപ്പം എന്തായി? ലാ യഫ്അൽ. ഇപ്പോൾ അംർ ഫീൽ നഹി ആയി, നഹിയായ ഫിഅലായി. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അംർ ഗായിബാണ്. ഇതുപോലെ തന്നെയാണ് അംർ ഹാദിറും നിർമ്മിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നഹി ഗായിബിൻ്റെ ലഫ്ളുകളാണ്. ലാ യജ്ലിസ്, അവനൊരു പുരുഷൻ ഇരിക്കരുത്. ലാ യജ്ലിസ, അവർ 2 പുരുഷന്മാർ ഇരിക്കരുത്. ലാ യജ്ലിസു, അവർ പല പുരുഷന്മാർ ഇരിക്കരുത്. ലാ തജ്ലിസ്, അവൾ ഒരു സ്ത്രീ ഇരിക്കരുത്. ലാ തജ്ലിസ, അവർ 2 സ്ത്രീകൾ ഇരിക്കരുത്. ലാ യജ്ലിസ്ന, അവർ പല സ്ത്രീകൾ ഇരിക്കരുത്. ഇതാണ് നഹി ഗായിബിൻ്റെ സർഫ്. ഇനി നഹി ഹാദിറിൻ്റെ സർഫ്. ലാ തജ്ലിസ്, നീ ഒരു പുരുഷൻ ഇരിക്കരുത്. ലാ തജ്ലിസ, നിങ്ങൾ 2 പുരുഷന്മാർ ഇരിക്കരുത്. ലാ തജ്ലിസു, നിങ്ങൾ പല പുരുഷന്മാർ ഇരിക്കരുത്. ലാ തജ്ലിസി, നീ ഒരു സ്ത്രീ ഇരിക്കരുത്. ലാ തജ്ലിസ, നിങ്ങൾ 2 സ്ത്രീകൾ ഇരിക്കരുത്. ലാ തജ്ലിസ്ന, നിങ്ങളെല്ലാ സ്ത്രീകളും ഇരിക്കരുത്.
ഇതുപോലെ മറ്റുള്ള ഫിഅലുകൾ വെച്ചുകൊണ്ട് സർഫാക്കി പഠിക്കുക. എന്നാൽ പെട്ടെന്ന് തന്നെ നഹ്യു ഗായിബും നഹ്യു ഹാദിറിൻ്റെയും സർഫുകൾ പെട്ടെന്ന് പഠിക്കും.